ലൈഫ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയാഡാളി MV ആണ് ഇന്നത്തെ അതിഥിയായിട്ട് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. ഇപ്പോൾ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണാണ്. എന്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ? 1979 സ്ഥാപിതമായ പൊതുമേഖലാ സ്ഥാപനമാണ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ. ഭിന്നശേഷി ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തി വരികയാണ്. അപ്പോൾ പ്രധാനമായും സംസ്ഥാന ക്ഷേമ കോർപ്പറേഷൻ വഴി നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ശാരീരിക പരിമിതി അതിജീവിക്കുന്നതിന് അവരെ പര്യാപ്തമാക്കുന്ന സഹായ ഉപകരണങ്ങൾ തികച്ചും സൗജന്യമായി വിതരണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും നടപ്പിലാക്കുന്ന ഒരു പദ്ധതി. മറ്റൊന്ന്, സ്വന്തമായി വരുമാനം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ അതിന് സാമ്പത്തികം തടസ്സമായി നിൽക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് സബ്സിഡി നിരക്കിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പദ്ധതി. ഇപ്പൊ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള മെറി ഹോം എന്ന ഭവന വായ്പാ പദ്ധതിയുണ്ട്. SSLC +2 പരീക്ഷ പാസ്സാകുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമായിട്ട് പ്രൊവിഷ്യൻസി അവാർഡ് കൊടുത്തു വരുന്നു. ഹസ്തദാനം എന്നൊരു പദ്ധതിയുണ്ട്. അത് 12 വയസ്സിന് താഴെ പ്രായമുള്ള തീവ്ര ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സഹായമാണ്. അത് അവരുടെ പേരിൽ 20,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുക്കുന്നു. 18 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് പിൻവലിക്കാൻ കഴിയും. ലോട്ടറി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ധനസഹായമുണ്ട്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ശരി, ഈ ശാരീരിക പരിമിതിയുള്ളവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ശാരീരികവും മാനസികവുമായ പരിമിതികളുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ മാറിയെന്നാണ് നമ്മൾ കരുതുന്നത്. ശാരീരിക പരിമിതി എന്നുള്ള നിലയിൽ അനുഭവിച്ച വ്യക്തിയാണ് മാഡം. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വന്നത്? എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് പോളിയോ ബാധിക്കുന്നത്. പോളിയോ വാക്സിൻ എടുത്തിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരുപാട് പേർക്ക് ഒരേ സമയത്ത് ഈ പോളിയോ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്നലെ വരെ ഓടി നടന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം അങ്ങ് കിടപ്പിലാകുന്നു. അതിന്റെ ഒരു ഭാവിയിൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് തിരിച്ചറിയാനുള്ള ഒരു പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ അത് ആ സമയത്തൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 5 വയസ്സ് വരെ നിലത്ത് എഴഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് വളർന്നത്. പക്ഷേ അച്ഛനും അമ്മയും എല്ലായ്പ്പോഴും മുൻഗണനയാണ് തന്നിരുന്നത് ഭവനത്തില്. അപ്പോ എല്ലാ വീട്ടിൽ വന്നതുപോലെ ആദ്യത്തെ കുട്ടി പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു തഴയപ്പെടുന്ന ഒരു അനുഭവമൊന്നും എനിക്കുണ്ടായില്ല. വീട്ടില് എപ്പോഴും മുൻഗണനയും പരിഗണനയും എനിക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആ പ്രായത്തിലൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോൾ 7-10 വയസ്സ് വരെയൊക്കെ എല്ലാ മാതാപിതാക്കളുടെയും സംരക്ഷണയിലാണല്ലോ കുഞ്ഞുങ്ങളുടെ ദൈനംദിനമായ എല്ലാ കാര്യങ്ങളും. അതൊക്കെ ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ കിട്ടിയിരുന്നത് അതൊക്കെ തന്നെ എനിക്ക് തുടർന്നും കിട്ടി. വിദ്യാഭ്യാസം, പൊതുപ്രവർത്തനം, ഇതൊക്കെ എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് സമീപിച്ചു. അപ്പൊ വികലാംഗയാണല്ലോ, മകള് വികലാംഗയാണ്. അപ്പോ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോളിയോ ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള കുട്ടികളെ നിർത്തി പരിചരിക്കുന്ന, പരിശീലനം കൊടുക്കുന്ന, വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. മകളെ അവിടെ ആക്കിയാൽ നല്ല വിദ്യാഭ്യാസം കിട്ടും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉപദേശമായിരുന്നു. അപ്പൊ കേട്ടപ്പോൾ അത് അച്ഛന് സ്വീകാര്യമായിട്ട് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ പോളിയോ ഹോമിലേക്ക് 1ാം സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത്. 1 വർഷം മാത്രമാണ് ഞാൻ പോളിയോ ഹോമിൽ പഠിച്ചത്. തുടർന്ന് നാട്ടിലെ ഒരു സ്കൂളില്, വേങ്കിഴിവിള LP സ്കൂളില് 2nd സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു. അവിടെ 4ാം ക്ലാസ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് JBS നെയ്യാറ്റിൻകരയിൽ 5ാം സ്റ്റാൻഡേർഡ് പഠിച്ചു. അത് കഴിഞ്ഞ് 6 മുതൽ 10 വരെ ഗേൾസ് ഹൈ സ്കൂൾ നെയ്യാറ്റിൻകര. പ്രീ ഡിഗ്രി വിമൻസ് കോളേജ് തിരുവനന്തപുരം വഴുതാക്കാട് വിമൻസ് കോളേജ് ആണ്. ഡിഗ്രിക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, LLB ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം. അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് വഞ്ചിയൂരാണ്. അവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. അതിനുശേഷം LLM അഡ്മിഷനായി. ഇടയ്ക്ക് ബ്രേക്കായി. വിദ്യാഭ്യാസം LLM കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് നെയ്യാറ്റിൻകര ബാറിലാണ് പ്രാക്ടീസ് ചെയ്തത്. പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ആ മേഖലയിലൊക്കെ ചുവടുറപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു അനുഭവം? എൻ്റെ അച്ഛൻ ഒരു സേവാദൾ കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പാർലമെന്റ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന റാലി മാമ്പഴക്കരയിലേക്ക് വരുന്ന ഒരു ദിവസം എന്നെയും കൂടെ
സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ സ്ഥാനാർത്ഥിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പൈലറ്റ് വാഹനം വന്നു. ആ വാഹനത്തിലെ മൈക്ക് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതായിരുന്നു തുടക്കം. കുടുംബത്തെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, എന്ന് പറയാനായിട്ട് കഴിഞ്ഞാൽ. എൻ്റെ അച്ഛൻ ജെ വിൽസൺ, അമ്മ എൽ മേരി, അവരുടെ ആദ്യത്തെ മകളാണ് ഞാൻ. എൻ്റെ അനിയത്തി ജയറാണി. അപ്പോൾ അച്ഛൻ 12 വർഷമായി മരിച്ചിട്ട്. എൻ്റെ അമ്മ മരിച്ചിട്ട് 35 വർഷം കഴിഞ്ഞു. ഹസ്ബൻഡ് സുനിൽ ജെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരനാണ്. മൂത്ത മകൻ അനശ്വർ എസ് ജെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള് ഐശ്വർ എസ് ജെ 6th സ്റ്റാൻഡേർഡ്. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ സാരഥി എന്ന നിലയിൽ ഒരു വനിത ആദ്യമായിട്ടാണ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. സ്ത്രീകൾക്ക് ഏത് രംഗവും ഇന്ന് പ്രാപ്യമാണ്. ഒരു കാലത്ത് സ്ത്രീകളെ അബലകളായിട്ട് ചിത്രീകരിച്ച് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കിയിരുന്നു. പക്ഷെ ഇന്ന് സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും കായിക രംഗത്തും എല്ലാം മികവ് പുലർത്തുന്ന നിരവധി വനിതകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മാത്രമല്ല, പുരുഷനേക്കാൾ ഒരുപക്ഷെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന വനിതകളെ ധാരാളമായിട്ട് തന്നെ നമുക്ക് സമൂഹത്തിൽ കാണാം. ശാരീരിക പരിമിതിയോ അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ള കാരണമോ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഒരിക്കലും എനിക്ക് തടസ്സമായിട്ടില്ല. അതിപ്പോഴും ഇല്ല. കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഒരു മകളെന്ന നിലയിൽ എൻ്റെ അച്ഛൻ്റെ പരിപൂർണ പിന്തുണ ലഭിച്ചിരുന്നു. ആ ഒരു പിന്തുണയും പ്രോത്സാഹനവുമാണ് ഇന്ന് പൊതുരംഗത്ത് ഒരു സാന്നിധ്യമാകാൻ എനിക്ക് സാധിച്ചത്. അതേ അവസ്ഥ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലും. ഭർത്താവിന്റെ പരിപൂർണ പിന്തുണയുണ്ട്. ശാരീരിക പരിമിതിയുള്ള വ്യക്തികളോട് സമൂഹം ഒരു സിമ്പതി എന്ന നിലയിലുള്ള മനോഭാവമാണോ വേണ്ടത്, അതോ നമ്മളിൽ ഒരാളാണ് എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വന്ന് ശാക്തീകരിക്കുക എന്നുള്ളൊരു രീതിയാണോ വേണ്ടത്? ഞാൻ വിശ്വസിക്കുന്നത് ഭിന്നശേഷിക്കാരായ ബഹുഭൂരിപക്ഷം പേരും ഈ സിമ്പതി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ തന്നെ എന്നെ പോലെ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ഭിന്നശേഷിക്കാരെ കാണാനും അവരോട് സംവദിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ. ക്ഷേമ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ അവരാരും തന്നെ സിമ്പതി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ സമൂഹവും മറ്റും അവർക്ക് കൂടെ ജീവിക്കാൻ പ്രാപ്തമായ രീതിയിലേക്ക് സംവിധാനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ പോരായ്മ ഉള്ളതുകൊണ്ട് അത് പരിഹരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം ആണ് ബഹുഭൂരിപക്ഷം പേരും പറയാറ്. സംസ്ഥാന തലത്തിലുള്ള ക്ഷേമ കോർപ്പറേഷൻ എന്ന നിലയിൽ കേരളത്തിലുടനീളം യാത്ര ചെയ്യുകയും വിവിധ തരം ആൾക്കാരോട് ഇടപെടുകയും പ്രത്യേകിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ യാത്രകളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിമിതി കൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? 1-2 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് മടങ്ങേണ്ട യാത്രകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു ബാഗ് കരുതേണ്ടി വരും. യാത്രയിൽ ട്രെയിനിലൊക്കെ ഇപ്പോൾ ദൂരസ്ഥലങ്ങളിൽ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഈ ബാഗും കൂടെ കൊണ്ടുള്ള യാത്ര ബുദ്ധിമുട്ടാകാറുണ്ട്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്നോടൊപ്പം വരാറുണ്ട്. ഒന്നുകിൽ മകൻ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ സുഹൃത്ത്, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാളെ കൂടെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ശാരീരിക പരിമിതികളുള്ള ധാരാളം വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മനോബലം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഇത്തരം പരിമിതികളെ നേരിട്ട് വിജയിച്ച വ്യക്തി എന്ന നിലയിൽ പുതിയ തലമുറയിൽപ്പെട്ട ഇവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. ഒരാളെ പോലെ മറ്റൊരാളില്ല. അപ്പോൾ പലയിടത്തും ഞാൻ പറയുന്നൊരു കാര്യമാണ്, രൂപഘടനയിൽ, കായികക്ഷമതയിൽ, ചിന്താശേഷിയിൽ, ബൗദ്ധിക തലത്തിൽ എല്ലാ മനുഷ്യരും വ്യത്യസ്തരായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ നെയ്യാറ്റിൻകരയുടെ കരുത്തുറ്റ ശബ്ദങ്ങളിൽ ഒന്നിനെയാണ് ലൈഫ് ചാനലിലൂടെ ഇന്ന് പരിചയപ്പെടുത്തിയത്. തീർത്തും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നന്ദി, നമസ്കാരം.